ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ ഇച്ചിരി റിയാക്ഷൻ ആണ്. മാർക്കോ സിനിമയിലെ ഡിലീറ്റഡ് സീന് വന്നു. അതിലൂടെ എയറിൽ പോയ ഒരു പാവം മനുഷ്യനുണ്ട്. സത്യം അടിച്ചു കയറി വാ. ചാതി ട്രോളുകളൊക്കെയാണോ വരുന്നത്? ചിരിച്ച് വഴിയാവും, ഒരു വഴിക്കങ്ങ് പോകേണ്ടി വരും. അങ്ങനത്തെ സാധനങ്ങൾ സത്യം. ഇതാത്ത സിനിമയെന്ന് പോയത് മാർക്കോന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, നമ്മൾ പറഞ്ഞല്ലോ, അതായത് നല്ല മനോഹരമായ ഒരു കേക്ക് ഒരുക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ആട്ടുംകാട്ടം വെച്ചതുപോലെയാണ്. സത്യം യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സാധനം. അജാതിര ഐറ്റം, അത് ഒരു ബന്ധമില്ലാത്ത സാധനം, ബന്ധമില്ലാത്ത. അതാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും ഓക്കെ, അങ്ങനെ നമുക്ക് പറയായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു ബന്ധമില്ലാത്തൊരു സാധനം. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞപ്പോ പറ്റിയ ഒരു അബദ്ധം ഉണ്ട്. ആ വക്കീല്, അയാളെ കണ്ട ഓർമ്മയൊന്നും ഇല്ല സത്യത്തില്. രണ്ടാമത് കണ്ടിട്ട് അതൊക്കെ അടിച്ചുവിട്ടിട്ടേ മാർക്കോയിലെ കണ്ട കാര്യമൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് ആ സീനിന്റെ എഫക്റ്റും കൊണ്ടേ. അതെ, പിന്നെ ആ സിനിമയിലെ എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുന്ന രീതിയൊന്നും ഇല്ല. അതെ, അങ്ങനത്തെ ഒരു സിനിമയാണത്. ചെറിയൊരു അല്ലെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്നവരൊന്നും നമ്മുടെ ഉള്ളിൽ നിൽക്കാനില്ല കേട്ടോ. എന്തായാലും ഈ ഡിലീറ്റഡ് സീനിന്റെ ഒരു ട്രോൾ വേർഷൻ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണാം. ആളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണല്ലോ. അറിയാലോ ഏത് രീതിയിലായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഒരു മുതല. എന്നാലും ഇതെത്ര വന്നിട്ടുണ്ടെന്ന് മാത്രം നോക്കാം. അതെ, ഓക്കെ. ഫ്ലാഷ് ബാക്ക്. അതാരൊക്കെ അവർക്ക് പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. എന്താണ് ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തി. ഇതിന്റെ അങ്ങേര് വരുന്നതായിരുന്നു. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. എന്താണ് ലോറൻസ്? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ലോറൻസ് പ്രശ്നം? സീൻസ് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്. അപ്പൊ അത് വേറൊരു ഗെറ്റപ്പാണ് ആ സിനിമയില്. OTT കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OTT കാണാവുന്ന റിയാസ് ഖാന്റെ പോർഷനാണ് OTT കാണാമെന്ന് പറഞ്ഞത്. OTT കാണാവുന്ന റിയാസ് ഖാന്റെ പോർഷനാണ് OTT കാണാമെന്ന് പറഞ്ഞത്. വന്നപ്പോ എവിടെ നടപ്പില്ല, നടപ്പില്ല. ഇത് ചതിയാണ്, കൊടുങ്കാണ്. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാനോട് പോകില്ല. ഉണ്ടാക്കും മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കും. അവർ പോകുന്ന മട്ടില്ല, എന്തോ ചെയ്യുമെന്ന് പറ. എനിക്ക് അവനൊന്ന് കാണണം. എനിക്ക് തിരക്കില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിന്റെ തിരിവിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറും. ഷൂട്ടാണെന്ന് കേൾക്കണ്ട. എന്താ പറ്റിയേ? ആരും എത്ര പിടിച്ച ബസ്സിൽ വെച്ച ഇതെന്താ ഇങ്ങനെ? എവിടെയോ എന്തോ ഒരു തകരാറ്. ആരും എത്ര പിടിച്ച ബസ്സിൽ വെച്ച ഞാൻ പറയാം, വേഗം പറയൂ. അത് അവരെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയാ? അതെങ്ങനെ ശരിയാവാ? വണ്ടി കയറി. മാർക്കോ ഈ കേസ് ഞാൻ തീരുമാനം ഉണ്ടാക്കും. അടിക്ക് ഫോണുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരിയേട്ടാ. പിന്നെ ഈ മയിൽപ്പീലികളെ ഞാൻ മാജിസ്ട്രേറ്റ് എടുത്തുകൊണ്ടുപോകും. അവർ ജാമ്യത്തിൽ പോട്ടെ. ഇത് മാത്രം വലിയ തെറ്റല്ലല്ലോ മോളെ. പിന്നെ ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയാണെന്നോ ഇങ്ങനെ ടൈപ്പാ. വലിയ സ്ഥലം പിടിക്കണ. മോളുടെ വീട്ടില് 2 വീലറും 4 വീലറും ഉള്ളതല്ലേ, പിന്നെ എന്തിനങ്ങനെ ബസ്സിൽ കയറി ആൾ പിടിച്ചോണ്ട് പോണത്? ഇപ്പത്തെ പിള്ളേരൊരു തമാശകളെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട മാർഗോ.
അവന്റെ നോട്ടം കണ്ട ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവനെ കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഈ ചന്തി തൊട്ടതും പിടിച്ചാണ് പ്രശ്നമെങ്കിലേ മോളെ എന്നാ എന്റെ വിളിച്ചോ. എന്താ എന്നാ പിടിക്കണോ? കാത്തിരിക്കണം. അടിച്ചു കയറി വാ. ആദ്യം ഇവനിടിക്ക. അവനെ കറക്കണം. വല്ല കാര്യം ഒരു കാര്യമില്ല. അതാണ് കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. താങ്ക് യു മോനെ. നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. മോസ്റ്റ് വെൽക്കം അമ്മേ. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ. എന്ത് സാധനല്ലേ, എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് പി കെ. ഇത് ശരിക്കും തുടക്കത്തിലെ സംഭവല്ലേ, ഇത് ചോദിച്ചു വാങ്ങിച്ചാണല്ലോ. അതെ, അവര് പുറത്തു വിടാണ്ടിരുന്ന സാധനം ഇത് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് OTT-യിലും വന്നില്ല. അങ്ങനത്തെ സംഭവങ്ങൾ പറഞ്ഞ് ചോദിച്ചു മേടിച്ചു. കൊണ്ടാന്ന് ചോദിച്ചു വാങ്ങിയത്. അതൊന്നും കിട്ടിയപ്പം എല്ലാവർക്കും സന്തോഷമായി. ഈ കൊണ്ടാന്ന് ചോദിച്ചപ്പോഴേ ഈ ചോദിച്ചോണ്ടേയിരുന്നല്ലോ, ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എടാ വേണ്ടടാ, നിർത്തടാ. ആര്? റിയാസ് ഖാൻ ശരിക്കും അങ്ങനെയായിരുന്നു. അതെ, പുറത്തു വരാതിരിക്കണ എനിക്ക് നല്ലത് ആള് ചിന്തിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഈ സാധനം കട്ട് ചെയ്തതില് അന്ന് നമ്മൾ ഭയങ്കര പറഞ്ഞു, അതായത് റിയാസ് ഖാൻ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ആള് തന്നെയായിരിക്കും അതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടാവും. ഇങ്ങനത്തെ സീനൊക്കെ ആ സിനിമയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ, അതായത് മോശം അഭിപ്രായം ഒന്നുമില്ല, ആളുടെ പേരിൽ സിനിമ മോശമായില്ല. അതെ, പിന്നെ കിട്ടേണ്ട പൈസ കിട്ടുകയും ചെയ്തു അല്ലേ? സത്യം. എന്താണെങ്കിലും നല്ല കാര്യം. എന്തായാലും മിച്ചം വന്ന ഒരു സാധനം ഉണ്ട്, ആ കറക്കല്. ഫൈറ്റ് അടിപൊളിയാണ്, അടിപൊളി സാധനം. ഫൈറ്റ് സൂപ്പറാണ്, നല്ല നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ മാർക്കോന്റെ ലുക്ക്, പിന്നെ റിയാസ് ഖാന്റെ അഭിനയം, മാർക്കോന്റെ വൈബ്, രീതി, സ്വഭാവ സവിശേഷതയൊക്കെ മാറ്റമുണ്ട്. പിന്നെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. മാർക്കോ ഈ ഒരു ലെവലിലുള്ള സംഭവങ്ങളൊക്കെ പിടിക്കുമ്പോഴേ ആകെ, പിന്നെ ആ ഒരു സ്കൂട്ടിയിൽ വരുമ്പോഴേ കോമഡി ഫീൽ ചെയ്യും. അല്ലേ, മാർക്കോ സിനിമയിൽ ഫുൾ ഡിഫൻഡർ ഇട്ട് കളിക്കണം മനുഷ്യൻ. സ്കൂട്ടിയില് വരുന്ന കണ്ടപ്പോളേ ആരോ ഒരു കമന്റ് ഉണ്ടായിരുന്നു വീഡിയോയില്, ആക്സസ് 125ന്റെ പരസ്യമാണത് ആടാണെന്നല്ലേ. അത് ആർക്കും തോന്നുന്നു. അത് അങ്ങനെ ഷൂട്ട് പോലെ തന്നെ. സത്യം. എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.